ശരി 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 കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല കുറെ കെറ്റിലും വെള്ളമില്ല. ഒരാള് ചോദിക്കുക, ജയറാം കള്ളനാണോ? ഞാൻ പറഞ്ഞ ജയറാം കള്ളനൊന്നുമല്ല. ഞാൻ പറഞ്ഞു ജയറാം ഒരിക്കലും കള്ളനല്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കണ. പക്ഷെ ജയറാമിനെ കുറിച്ച് പറയുന്നത് കള്ളന് കഞ്ഞി വെച്ചവനെന്നാണ്. അയാൾ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. അപരൻ എന്നുള്ള സിനിമ, പത്മരാജന്റെ അപരൻ എന്നുള്ള സിനിമയാണ് അയാളുടെ ആദ്യത്തെ. അതിവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ, പ്രത്യേകിച്ച് വാർത്തയൊന്നുമല്ല. അപ്പൊ ഞങ്ങള് ഇവ കാണാൻ കൊള്ളാം. മാത്രല്ല ബ്രാഹ്മണ വർഗത്തിൽപ്പെട്ടാണെങ്കിലും അത്യാവശ്യം വീശെന്ന് മനസ്സിലായിട്ടുണ്ട്. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കെടുത്തല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. പക്ഷെ ഇവൻ വളരെ വിനയത്തോട് വെക്കുന്നു. അല്ല ചോട്ടോ, മറ്റാണ് മറിച്ചാണ്, പപ്പേട്ടൻ ബന്ധുവാണ്, അവരാ മലയാറ്റൂർ സാറ് ഞങ്ങളുടെ ബന്ധുവാണ്, ഇങ്ങനെ പറഞ്ഞ് വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, മൗസാറിനെ പരിചയപ്പെടാം. മൗസാറിനെ ഞാൻ പരിചയപ്പെട്ടു. ഇന്ന് നായിക പാർവതിയെ പരിചയപ്പെടാം. പാർവതിയെ പരിചയപ്പെടാന്ന് പറഞ്ഞപ്പോ അയ്യോ അവരങ്ങനെ തലക്കനുള്ള സ്ത്രീയല്ലേ, അങ്ങനെ പുതിയ ആൾക്കാർക്ക് വരുമോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞങ്ങള് പാർവതിയുടെ അടുത്ത് കൊണ്ടുപോകുന്നു. ജയറാമാണെന്ന് പറഞ്ഞു. പാർവതി അവിടെ ഇരിക്കുന്നു. പാർവതി ജയറാം ഇരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഇരിക്കുന്നില്ല. പാർവതിയുടെ മുന്നില് ജയറാം കയ്യും കെട്ടി വിനയാനുമായിട്ട് നിൽക്കുകയാണ്. നമുക്ക് ചിരിയും വരുന്നുണ്ട്. ഞാൻ ചിരിച്ചു പോയനെ. അങ്ങനെ തുടങ്ങിയൊരു ബന്ധമാണ്. അന്ന് രാത്രി തന്നെ ഇയാളെ ഞങ്ങൾ മദ്യപിച്ചു. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? മദ്യപിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്നേ. പിന്നെ ദോഷം പറയരുതല്ലോ, ഞങ്ങളുടെ ടീമിലെ ഒരു അംഗം തന്നെയായിരുന്നു. അയാൾക്ക് മാക്സിമം പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ മാക്സിമം പബ്ലിസിറ്റിയും കൊടുത്തിട്ടുണ്ട്. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? വളർന്നു എന്ന് തോന്നിയ, കൂകാറായി എന്ന് തോന്നിയപ്പോ അവൻ സ്വഭാവം മാറ്റി. അതന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? ഒരു തിരക്കായി, കാണാൻ സമയമില്ല, വിളിച്ചാ ഫോൺ എടുക്കില്ല, ഈ രീതിയിലേക്ക് വന്നു. ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാര് ലോകത്ത്? വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കയറി വന്ന് നട്ടാ കുരുക്കഥ നുണകൾ പറയല ഇവന്റെയൊക്കെ ഹോബി. അതിനിടയിലാണ് പാവം രാജസേന്റെ സിനിമകളിൽ വന്നത്. രാജസേന്റെ സിനിമകളിൽ വന്നപ്പോഴാണ് ജയറാം കുറെ കൂടി പോപ്പുലർ ആയത്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. പിന്നെ രാജസേനെ കാര്യം അറിയില്ലേ, ഈ വിജയിക്കുന്ന പടങ്ങളിലൊക്കെ താനാണ് കാരണക്കാരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജയറാം. ജയറാം എങ്ങനെ വേണമെങ്കിൽ അഭിനയിക്കും. അഭിനയം മാത്രമാണ് അയാളുടെ തൊഴിലെന്നല്ല അയാളുടെ നീക്ക് പോക്കുകളിലൊന്ന്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ജയറാം അങ്ങനെ വഴുതി പോകും, വരാലിനെ പോലെ ഇങ്ങനെ വഴുതി പോകും, പിടിതരില്ല. നമ്മൾ വിചാരിക്കും പാവമാണ്, മാന്യനാണ് എന്നൊക്കെ. അല്ല, ചതിക്കാൻ പഠിച്ചൊരു നടനുണ്ടെങ്കിൽ അത് ഈ ജയറാമിന്റെ പേര് പറയാൻ എനിക്ക് ഒരു മടിയുമില്ല. പാര വെക്കേണ്ടവരെ പാര വെച്ച് ഇങ്ങനെ സ്വന്തമായി ഒരു രാജ്യവീതി തന്നെ ഒരു ഉണ്ടാക്കി നടക്കുകയാണ്. എന്താ നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം? അല്ലല്ല, നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാനുള്ളത്. അല്ല, അത് പല കേസുകളിലും ജയറാമിന്റെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. ആ കേസുകളിൽ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നെന്താ, അത് വഴുതി മാറാനുള്ള കഴിവുകൊണ്ട് മാത്രം തന്നെയാവും. എന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ. അപ്പൊ എന്നോട് നിങ്ങൾ ചോദിച്ച പോലെ ഞാൻ ഒരിക്കലും ജയറാം കള്ളനാണെന്ന് പറയില്ല. പക്ഷെ കള്ളന് കഞ്ഞി വെച്ചവനെന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.